ഓണം ഇങ്ങ് എത്താറായി അല്ലേ? നീലൂസിൻ്റെ ഓണപ്പരീക്ഷ ഇന്ന് ദാ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഓണപ്പരീക്ഷ മാത്രമല്ല, നീലൂസിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സാമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും ക്യൂരിയോസിറ്റിയും എന്തോ പറയുന്നേ ഒരു എന്തൊക്കെയോ എനിക്കും ഉണ്ട് കേട്ടോ. അവനതൊന്നുമില്ല, കാരണം അവനൊന്നും അറിയത്തില്ലല്ലോ, അവൻ കുട്ടിയല്ലേ. പക്ഷേ നമുക്കായിരിക്കുമല്ലോ ടെൻഷൻ മൊത്തം. പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരുടെയും വ്ളോഗ് ഞാൻ പണ്ട് മുതലേ കാണുന്നതാണ്, ഈ അമ്മമാരുടെയൊക്കെ. അവർ ഈ എക്സാമൊക്കെ ആവുന്ന സമയത്ത്, കുട്ടികൾക്ക് എക്സാം ആവുന്ന സമയത്ത് അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, അമ്മമാർക്കാണ് ടെൻഷൻ എന്ന്. ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാനിപ്പോൾ കേട്ടോ. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല, കാരണം അവൻ തുടക്കമായതേ ഉള്ളൂ, LKG ആയതേ ഉള്ളൂ. പക്ഷെ എന്നാലും എക്സാം ആയതുകൊണ്ട്, ആദ്യത്തെ എക്സാം അല്ലേ, അവൻ എങ്ങനെയായിരിക്കും എഴുതുന്നത് എന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുറച്ചേ ഉള്ളതുകൊണ്ട് പറ്റുന്ന പോലൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവന് പറ്റുന്ന പോലൊക്കെ അവൻ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇരിക്കാനൊക്കെ ഇച്ചിരി പാടാണ്, പഠിക്കാനൊക്കെ ഇരിക്കാൻ ഇത്തിരി പാടാണ്. കാരണം എന്താണ് എക്സാം അതൊക്കെ എന്നുള്ളത് അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാമിന് പോവാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 14 കേട്ടോ ഇന്ന് ഡേറ്റ്. അപ്പം രാവിലെ എഴുന്നേറ്റിട്ടില്ല. ഞാനൊരു 5 മണിക്ക് അലാറം വെച്ചിട്ട് 5:30 ആവാറായപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ അമ്മയെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അമ്മ 3 മണി തൊട്ടെന്തോ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു, എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അമ്മയും കൂടി എണീറ്റ് വന്നു. പിന്നെ അമ്മയ്ക്കും എനിക്കും കൂടെ ചായ ഇട്ടു. പിന്നെ ഇന്നത്തെ മെനു ഞാനങ്ങ് പറയാം കേട്ടോ. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല, ഓട്ടിച്ചങ്ങ് പറയാം. രാവിലെ അമ്മയ്ക്കും എനിക്കും കൂടെ ഉള്ള ചായ ഇട്ടു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് പുട്ടും കടലക്കറിയാണ്. കടല ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, നല്ല ചോറാണ്. അപ്പോൾ അത് നീലൂസിനെ തിളപ്പിച്ചൂറ്റി കൊടുത്തു വിടാം. പിന്നെ എനിക്കും അമ്മയ്ക്കും ഉള്ളത് പിന്നീട് വെക്കാമെന്ന് വിചാരിച്ചു, സമാധാനത്തോടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കലത്തേന് ചേട്ടായി കഴിക്കാൻ ചപ്പാത്തി ആട്ടോ കൊണ്ടുപോകുന്നത്. ഇന്നലത്തെ വൈകിട്ടുണ്ടാക്കിയ 2 ചപ്പാത്തി ഇരിപ്പുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. ഒരു മുട്ടയും മതിയെന്ന് പറഞ്ഞു. പിന്നെ നീലൂസിന് ചോറിന് കൊടുത്തു വിടുന്നത് ക്യാരറ്റും മുട്ടയും കൂടെ ഉള്ള തോരനാണ് കേട്ടോ. അതാകുമ്പോൾ അവൻ ചോറ് നന്നായിട്ട് കഴിക്കും. എരിയൊന്നും ഇല്ലാതാണല്ലോ എടുക്കുന്നത്. അപ്പം ഞാൻ എന്താ ചോപ്പറിനകത്തോട്ട് ക്യാരറ്റും സവാളയും കൂടെ അരിഞ്ഞെടുക്കാനായിട്ട് പോവാട്ടോ. അരിഞ്ഞെടുത്തു, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അരിയുവാണ്. എന്തൊക്കെയോ അമ്മ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വിലയൊക്കെയാണ് ചോദിച്ചത്, ചോപ്പറിൻ്റെ. അതാകുമ്പോൾ എളുപ്പം അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി, ഒരു 4-5 വെള്ളത്തിൽ കഴുകി കേട്ടോ. അമ്മാതിരി അഴുക്കുണ്ടായിരുന്നു. ഇവരിത് എവിടെയൊക്കെയാണ് കൊണ്ടിട്ട് വാരി പാക്ക് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ മണ്ണിനകത്ത് കൊണ്ടിട്ട പോലെ നല്ല രീതിയിൽ അഴുക്കും ഉണ്ടായിരുന്നു, മണ്ണും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒലച്ച് വാരി കഴുകിയെടുത്തു കേട്ടോ. അപ്പം മണ്ണെല്ലാം അടിയിലായിക്കോളും. കടല മാത്രം നമുക്കിങ്ങനെ വാരി എടുത്താൽ മണ്ണ് സെപ്പറേറ്റ് ആക്കി കിട്ടിക്കോളും. അങ്ങനെ അതിനകത്തോട്ട് ഒരു സവാളയും 2-3 എന്താ പറയുക, വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, ഇന്നത്തെ പരിപാടിക്കൊന്നും കറിവേപ്പില. പിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ എഴുതി വെക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഴുതി വെക്കുക കേട്ടോ. എല്ലാം ഓടിച്ചിട്ട് ആലോചിച്ച് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് വേണം, ഇതിൻ്റെ അടിയിലിരിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് എടുക്കാനായിട്ട്. അപ്പം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കടലക്കറിക്ക് ഇനി കടുക് വറുക്കാനായിട്ട്, കടലക്കറിക്കല്ല, തോരൻ വെക്കുക കേട്ടോ. തോരൻ വെച്ചിട്ടില്ലായിരുന്നു, ഞാൻ ഓടിച്ചിട്ട് പറയുന്നത് തൊട്ട്. പിന്നെ തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. ഞാൻ വലിയ നേരത്തെ തേങ്ങ പൊട്ടിക്കാൻ നേരത്ത് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് വെള്ളം എടുത്ത് കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നതാട്ടോ. പക്ഷേ അതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. ഞാനിപ്പോൾ കാണിക്കാൻ താണ്ടില്ലേ, വെള്ളം ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ തോരൻ പെട്ടെന്ന് തേങ്ങ തിരുമിയിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും കേട്ടോ. ചതച്ചൊന്നും ചേർക്കുന്നില്ല തേങ്ങയൊന്നും. തേങ്ങ തിരുമിയിട്ടങ്ങ് എടുക്കുക. പിന്നെ ഞങ്ങൾക്കുള്ളത് സെപ്പറേറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ട് നീലൂസിനുള്ള തോരനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. ഇങ്ങനെയാണ് നീലൂസിന് എടുക്കുന്നത്. നമ്മുടെ വെള്ളയരി ചോറ്, അതായത് പൊന്നീരിയുടെ ചോറായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തേനെ. ഇതിപ്പം ചമ്പാവരി ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കടലയ്ക്കകത്തുനിന്ന് വേവിച്ചതിനകത്തുനിന്ന് കുറച്ച് കടല എടുത്ത് ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരച്ച് ചേർക്കാനാട്ടോ, കുറച്ച് കട്ടി
കറി ഇച്ചിരി കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കടലയ്ക്ക് കടുക് വറുത്ത് പൊടിയെല്ലാം ചൂടാക്കി ഇട്ടു. പിന്നെ മാറ്റി വെച്ച കടല ചൂടുപോയപ്പം അരച്ച് അതും കൂടി അതിൻ്റെ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വന്നാൽ മതി. അപ്പോഴത്തേനും പുട്ടും റെഡിയായി. രാവിലത്തെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കഴിഞ്ഞു. നീലൂസിൻ്റെ ലഞ്ചും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്തു. സ്നാക്സിനായിട്ട് ഞാൻ അവലാട്ടോ കുഴച്ചെടുത്തത്. അവലും എല്ലാം പാക്ക് ചെയ്ത് വെള്ളമെല്ലാം പാക്ക് ചെയ്തു. അപ്പോഴത്തേനും നീലൂസിൻ്റെ 8:20 കഴിഞ്ഞപ്പോഴത്തേനും നീലൂസിൻ്റെ വണ്ടി വന്നു. നീലൂസ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി എക്സാമിന്. ഇനി എക്സാമൊക്കെ എഴുതിയിട്ട് വരട്ടെ.